ശ്രീ എൻ ശ്രീകുമാർ, ഇപ്പോൾ സരിനും ശങ്കുട്ടിദാസും പറഞ്ഞത് കേട്ടല്ലോ. സരിൻ പറഞ്ഞത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്, അത് താൻ തന്നെ നേതൃത്വത്തെ പല ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളതാണ് എന്ന്. അപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ല, ഇപ്പോൾ റിനിയുടെ വെളിപ്പെടുത്തലിലൂടെ കാര്യങ്ങൾ അറിയുന്നു, അല്ലെങ്കിൽ റിനി തനിക്ക് നേരിട്ട് നൽകിയ പരാതി അതിലാണ് താൻ അറിഞ്ഞതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അതിൽ ശാസിക്കുകയും ചെയ്തു രാഹുലിനെ എന്ന് പറയുന്നു. അതിലപ്പുറമുള്ള കാര്യങ്ങൾ പലതായി നടന്നിട്ടുണ്ട്, പലതും വി ഡി സതീശൻ എന്ന് മാത്രമല്ല പല നേതാക്കൾക്കും അറിയാമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ആരൊക്കെയാണ് പ്രതിക്കൂട്ടിലാകുന്നത് ശ്രീ എൻ ശ്രീകുമാർ? നോക്കൂ ശ്രീമതി സ്മൃതി, ഡോക്ടർ സരിൻ ഇപ്പോൾ CPM-കാരനാണ്. അദ്ദേഹം കോൺഗ്രസ്സിലുള്ള സമയത്ത് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ടവർ വിശ്വസിക്കട്ടെ, അല്ലാത്തവർ അത് അവിശ്വസിക്കട്ടെ. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ ഞാൻ അതിൽ പറയുന്നതിന് അർത്ഥമില്ല. കാരണം അദ്ദേഹം CPM-കാരനാണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ടല്ലോ ഇടപെടുന്നതിൽ, ക്ഷമിക്കണം, ഒറ്റ കാര്യമുണ്ടല്ലോ. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രതികരണങ്ങൾ നോക്കൂ. എത്ര പെൺകുട്ടികൾ അതിനോട് പ്രതികരിച്ചു. നേരത്തെ തന്നെ പല പെൺകുട്ടികളും ഈ സംഘടന വിട്ടുപോയി എന്ന അടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞ ചാറ്റ് പുറത്തു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് വിലപ്പെട്ടതാണല്ലോ. അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് അദ്ദേഹത്തെ മാറ്റിയില്ലേ കോൺഗ്രസ്? അതോടുകൂടി ആ പ്രശ്നം കഴിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ MLA കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ MLA കാര്യം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ സരിനൊരു കാര്യം ഇടയ്ക്ക് സ്മൃതി പറഞ്ഞു, കോൺഗ്രസിൻ്റെ വക്താക്കളൊക്കെ ആരും പോകുന്നില്ലെന്ന്. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇന്നടക്കം കോൺഗ്രസിൻ്റെ വക്താക്കളാണ് വിവിധ ചാനലുകളിൽ പോകുന്നത്. റിപ്പോർട്ടർ ചാനലും കോൺഗ്രസും തമ്മിലൊരു ആശയപരമായ ഭിന്നതയുണ്ട്, അതുകൊണ്ടാണ് അവിടേക്ക് വരാത്തത്. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, സ്മൃതി വിശദീകരിച്ചു. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ MLA എന്ന നിലയ്ക്ക് അദ്ദേഹം രാജിവെക്കുന്നില്ല എന്നതിലാണ് ഇപ്പോൾ CPM-ന് തർക്കമുള്ളത്. BJP-ക്കും ഗോവിന്ദ മാഷ് ആദ്യം പറഞ്ഞത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്നാണ്. പക്ഷേ ഇന്നലെ അദ്ദേഹം പറഞ്ഞത് രാജിവെക്കണമെന്നാണ്. അപ്പോൾ അത് നിലപാടൊന്നും മാറിപ്പോയി അവരുടെ. ഈ MLA സ്ഥാനം രാജിവെക്കാൻ CPM-നും BJP-ക്കൊന്നും വലിയ താല്പര്യം ഉണ്ടാകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. പീരുമേടും പാലക്കാട്ടും പെട്ടെന്ന് ചിലപ്പോൾ ഇലക്ഷൻ നടത്തിയെന്ന് ഒരു 9 മാസം ഉണ്ട്. 6 മാസം ഉണ്ടെങ്കിലല്ലേ നടത്താതിരിക്കാൻ പറ്റുള്ളൂ. 9 മാസമുണ്ട്. ഇനി ഇലക്ഷൻ കമ്മീഷൻ എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ട് നടത്തി കഴിഞ്ഞാൽ CPM ഇപ്പോൾ പാലക്കാട്ട് 3-ാം സ്ഥാനത്താണ്. അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നിലമ്പൂർ കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇവർക്ക് അതിൻ്റെ മറവിൽ, അവിടെയാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഇതിനെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്ത് എന്ന MLA-യുടെ മറവിൽ ഇവർ ആക്രമിക്കുന്ന കോൺഗ്രസിനെയും VD സതീശിനെയും ഷാഫി പറമ്പിലിനെയാണ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സണ്ണി ജോസഫിനെ അല്ല ആക്രമിക്കുന്നത്, ഷാഫി പറമ്പിലിനെയും VD സതീശിനെ ആക്രമിക്കുകയാണ്. കാരണം എന്താണ്, കുറച്ചു കാലമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്ന കാര്യമുണ്ട്. അതൊരു യുവജന കൂട്ടായ്മ, ഒരു പുതിയ നേതൃത്വം, ചടുലമായ നേതൃത്വം എന്നൊക്കെ. അപ്പോൾ അതിൽ പെട്ടൊരാളാണ് ഈ 2 പേരും. സണ്ണി ജോസഫ് ഇപ്പോഴാണല്ലോ KPC പ്രസിഡൻ്റായത്. അപ്പോൾ ഇവർക്ക് നേരെ ഇപ്പം കുന്തമനെ തിരിച്ചു വിട്ടപ്പോഴാണ് കോൺഗ്രസ് അതിനെ പ്രതിരോധിക്കുന്നത്. കോൺഗ്രസിൻ്റെ ആവശ്യമല്ലേ? ഇപ്പോൾ ഡോക്ടർ സരിൻ കോൺഗ്രസ്സിൽ ഇരിക്കുന്ന സമയത്ത് CPM-നുണ്ടായ ഒരുപാട് പീഡന കഥകളുണ്ടല്ലോ. അത് അന്ന് സരിൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? അത് കാലം മാറുമ്പോൾ അത് മാറുന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഇന്നിത് പറയുമ്പോൾ, ഞാൻ എന്നും പത്രപ്രവർത്തകനായതുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റില്ല. പക്ഷേ സരിനത് മാറ്റേണ്ടി വരും. ഞാനതൊക്കെ കുറ്റം പറയില്ല, കാരണം അത് രാഷ്ട്രീയം അങ്ങനെയാണല്ലോ, കുറ്റം പറയല്ല. പക്ഷേ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ ഒരു കാര്യം സ്മൃതി ഇടപെട്ടു. വനിതാ കമ്മീഷൻ്റെ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുക്കുന്നത് അത് എന്തുകൊണ്ടാണ് കേസെടുത്തതെന്നുള്ള സ്റ്റേറ്റിൻ്റെ ഒരു അധികാരവും ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? ആ കമ്മിറ്റിക്ക്, ഈ ഗവൺമെൻറ്റല്ലേ സ്ത്രീകളുടെ കാര്യത്തിൽ ആ കമ്മിറ്റി വൈസ് എന്ത് സംഭവിച്ചു? അതൊക്കെ പോട്ടെ. അനുപമ എന്ന പെൺകുട്ടി, ഒരു അമ്മയുടെ കുഞ്ഞിനെ ദത്തെടുത്ത കാര്യത്തെക്കുറിച്ചുള്ള തർക്കം വന്നില്ലേ? മിനിയാന്ന് 4 ദിവസം മുമ്പ് സമാപിച്ച സാഹിത്യ അക്കാദമിയിലെ അന്നത്തെ ശിശുക്ഷേമ സമിതി ചെയർമാനായിരുന്ന ഷിജു ഖാൻ്റെ ഒരു സെഷൻ അക്കാദമിക്ക് റദ്ദാക്കേണ്ടി വന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിച്ചത്? CPM-ൻ്റെ നയമില്ലായ്മയല്ല, നീതിബോധമില്ലായ്മ. ഒരു കാര്യത്തിൽ ഞാൻ സ്മൃതിയോട് ചോദിക്കാനാണ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ CPM നീതിബോധം കാണിച്ചിട്ടുണ്ട്? ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ മതി. അവർ ഭരണകൂടമല്ലേ, ഒരു കാര്യത്തിലെങ്കിലും പറ, ഒരൊറ്റ കാര്യത്തിൽ പറഞ്ഞാൽ മതി നീതിബോധം കാണിച്ചത്. കോൺഗ്രസ് നീതിബോധം കാണിച്ച ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരുപക്ഷെ ചരിത്രം തൊട്ടേ അതിന് തുടങ്ങേണ്ടി കഴിഞ്ഞാൽ അതിലേക്ക് മുതിരുന്നില്ല. ഇവിടെ എന്താണ് കോൺഗ്രസ് കാണിച്ച നീതിബോധം?
സംഘടനാപരമായ നടപടിയെടുത്തു. MLA എന്നുള്ള നടപടി എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ചില ഘടനാപരമായ ചില കാര്യങ്ങൾ ശരിക്കും അറിയാവുന്ന കാര്യമാണ്. ആ കാര്യം പരാതിക്കാരെ കേൾക്കുക, ആരോപണ വിധേയനെ കേൾക്കുക, UDFനെ ചർച്ച ചെയ്യുക, അതിനുശേഷം തീരുമാനമെടുക്കുക. തീരുമാനം MLA സ്ഥാനം രാജിവെക്കണോ വെക്കേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയല്ല, അത് കോൺഗ്രസ് ആണ്, UDF ആണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പുറത്ത് അങ്ങനെയാണോ? എന്തുകൊണ്ടാണ് അപ്പുറത്ത് അങ്ങനെ എന്ന് ചോദിക്കുന്നത്? എന്തുകൊണ്ടാണ്? അവരിവിടെ നീതിബോധം പഠിപ്പിക്കാൻ വരുന്നതുകൊണ്ടാണ്. നേരെ മറിച്ച് അവർ നീതിബോധം പഠിപ്പിക്കാതിരുന്നാൽ മതി. ഇന്ന് ശ്രീ സരിൻ്റെ പാർട്ടിയിൽപ്പെട്ട മന്ത്രി ശിവൻകുട്ടി ഒരു കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിവാദ വിഷയമായ ഒരു സ്ത്രീയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ സ്ത്രീ കുറേ പേരുടെ പേര് പുറത്ത് വിട്ടിട്ടുണ്ട്, ഇന്ന് ആ സ്ത്രീക്ക് സുഖമില്ലാതെ കിടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദ്വയാർത്ഥത്തിൽ അദ്ദേഹം ഒരു ദ്വയാർത്ഥമല്ല, ഒരു പരോക്ഷമായിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കളെ അപഹസിക്കുന്നതിൽ സംസാരിച്ചു. ഇതുപോലെ സ്വപ്ന സുരേഷ് 3-4 CPM നേതാക്കളുടെ പേര് പറഞ്ഞില്ലേ? അപ്പോൾ അതെന്താ ശിവൻകുട്ടി മറന്നത് എന്നൊരു ചോദ്യം കോൺഗ്രസിന് തിരിച്ചു ചോദിക്കണ്ടേ? അങ്ങനെ ചോദിക്കുമ്പോൾ ന്യായീകരിക്കുക എന്നാ പറയുക. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുകയാണ് നമ്മളിവിടെ. ഇതിലത്തെ പൈങ്കിളി കഥകളിലൊക്കെ ഒന്നും എനിക്ക് പോകാൻ ഇഷ്ടമില്ല. എൻ്റെ സ്മൃതി, ഞാൻ ഉള്ള കാര്യം ആദ്യമേ തന്നെ അത് കേട്ട് കുറച്ചെങ്കിലും അത് കേട്ട് പുളകിതരാകുന്നവരും ഉണ്ടാകും. അങ്ങനെയുള്ള താല്പര്യമുള്ള ആളുകളും ഉണ്ടാകുമല്ലോ. അവർ കൂടി ചേർന്നാണല്ലോ ഇപ്പോൾ ഈ ലോകം എന്നുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പിന്തുണ ഈ പറയുന്ന ഈ ആരോപണ വിധേയന വലിയ തോതിൽ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചർച്ച ചെയ്തു. അതിലെ വാചകങ്ങൾ എടുത്തു പറഞ്ഞു. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം മാത്രമാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അല്ലല്ല, ഞാൻ പറഞ്ഞതല്ല. ഞാനിതിൻ്റെ അത് പറഞ്ഞ സ്മൃതിയുടെ തെറ്റിദ്ധാരണ കൊണ്ട് മാറിപ്പോയതാണ്. അത് ഞാൻ പറഞ്ഞത് ഇവിടെ മറ്റ് പാനലിസ്റ്റുകളാണെങ്കിലും ആരായാലും അവർ പ്രയോഗിക്കുന്നതിലെ ഭാഷകളൊക്കെ ഉണ്ടല്ലോ, ചില ചാനൽ ചർച്ചകളിലൊക്കെ കോഴി എന്നുള്ള രീതിയിലൊക്കെ ഇതിൻ്റെ ഗൗരവം കുറയ്ക്കുകയല്ലേ. ഞാൻ പറയുന്നത് ഇതിലൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. എല്ലാത്തിലും രാഷ്ട്രീയമാണല്ലോ സ്മൃതി അന്തിമമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഒരു ദിവസം KPCC ഒരു രാഷ്ട്രീയ നേതാവിന്റെ ധാർമ്മികതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്, ഒരു ജനപ്രതിനിധിയുടെ ധാർമ്മികതയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതാ പറഞ്ഞ ആ ധാർമ്മികത. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ആ വ്യക്തിക്കൊരു തീരുമാനിക്കാം, എന്ത് ഞാൻ ഈ സ്ഥാനത്ത് തുടരുന്നത് ശരിയാണോ തെറ്റാണോ ആ വ്യക്തിക്ക് തീരുമാനിക്കാം. അത് അദ്ദേഹത്തിൻ്റെതായ നൈതികത. രണ്ടാമത്തെ കാര്യം എന്താണ്, ആ പാർട്ടിക്ക് പറയാം എന്ത് നിങ്ങൾ ഇന്ന തെറ്റ് ചെയ്യുന്നുള്ള ആക്ഷേപമുണ്ട്, നിങ്ങൾ നിയമത്തിന്റെ മുമ്പിൽ എന്ന ചോദ്യം കോൺഗ്രസിനെ തിരിഞ്ഞു കുത്തും ശ്രീ N. ശ്രീകുമാർ. കാരണം ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് ഞാൻ സ്വമേധയാ രാജിവെച്ചു എന്നുള്ളതാണ്. പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് എൻ്റെ വിഷയം പറഞ്ഞ് തെരഞ്ഞെടുപ്പ് സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഞാനിതാ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാതെ പാർട്ടി പറഞ്ഞിട്ട് രാജി എന്നല്ല. പാർട്ടിയിലെ നേതാക്കളും ഞങ്ങൾ പറഞ്ഞത് കൊണ്ട് രാജി എന്ന് പറയുന്നില്ല. അത് എങ്ങനെയായാലും രാജി വെച്ചല്ലോ എന്നാണ് VD സതീശൻ അതിനോട് പ്രതികരിച്ചത്. എങ്ങനെയാണ് ആ രാജി വന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനും വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല. ഞാൻ സ്മൃതി ഒരു കാര്യം പറയാം. ഞാൻ വ്യക്തമായ മറുപടി നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ തന്നെ ചർച്ചകൾ മാത്രം. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ കോൺഗ്രസിൻ്റെ വക്താവാണെങ്കിലും കോൺഗ്രസിനെ കുറിച്ച് നന്നായി അറിയുന്ന, പഠിക്കുന്ന, ബന്ധമുള്ള ഒരു പത്രപ്രവർത്തകനാണ് സ്മൃതി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും VD സതീശനാണ്. നാളെ ഏതെങ്കിലും ഒരു തീരുമാനം വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും VD സതീശനാണ്. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്ന് CPM-ഉം BJP-യും ലക്ഷ്യം വെക്കുന്നത് ഈ പ്രതിപക്ഷ നേതാവിനെയാണ്. അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവ് ഞങ്ങളെ ഇല്ലാതാക്കുന്നു, നിലമ്പൂർ ഇല്ലാതാക്കി, തൃക്കാക്കര ഇല്ലാതാക്കി, പാലക്കാട് ഇല്ലാതാക്കി, പുതുപ്പള്ളി ഇല്ലാതാക്കി, അതുകൊണ്ട് ഇനി വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ള രാഷ്ട്രീയം അവർ കാണിക്കുന്നത് കൊണ്ടാണ്. അതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലേക്ക് ഇപ്പം മാർച്ച് നടത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. മറ്റ് CPM MLA-മാർക്കെതിരെ ആരോപണം വന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും CPM ഓഫീസിലേക്കും ഏത് UDF ഏത് കോൺഗ്രസ് പ്രകടനം നടത്തിയത്? ഇവർക്ക് ഉത്തരവുണ്ടോ? അതാ പറഞ്ഞത്, നൈതികത പറയുന്നവർ ഒരു നീതിബോധത്തിൻ്റെ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചിട്ട് വേണം പറയാനെന്ന്. ശരി. Debate with Smriti Parathikkad.